സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ അപ്പാ പിതാവേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ആർക്കൊക്കെ തൊടാൻ കഴിയും? ഒരു മരിച്ച വ്യക്തിക്കാണ് ഒരു ദൈവത്തിന്റെ മഹത്വത്തെ തൊടാൻ കഴിയുന്നത്. ഒരു ജീവനുള്ള വ്യക്തിക്ക് ദൈവത്തിന്റെ മഹത്വത്തെ തൊടാൻ കഴിയുകയില്ല. ആമേൻ. നമ്മുടെ ബൈബിളിൽ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. പ്രാകാരത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പേർക്ക് കയറാൻ ചിലപ്പോൾ പറ്റും, എല്ലാവർക്കും ചിലപ്പോൾ കയറാൻ പറ്റും. വിശുദ്ധ സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും കയറാൻ പറ്റും. പക്ഷെ നമ്മൾ അതിവിശുദ്ധ സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ അങ്ങനെ ആർക്കും അങ്ങനെ കയറി ചെല്ലാൻ കഴിയില്ല. കാരണം അവിടെയാണ് ദൈവത്തിന്റെ ഹൃദയം ഇരിക്കുന്നത്. നമ്മൾ ഈ മഹത്വത്തെ പറ്റി പറയുമ്പോൾ, ഈ ഗ്ലോറിയായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സോണാണ് ഈ ഗ്ലോറി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ സഭ ഇത് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സഭ വേറൊരു തലത്തിലെത്തുക. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:13 പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തേശുവിൻ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. അപ്പോസ്തലനായ പൗലോസിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യമാണ് യേശുവിനെ അറിയുക, യേശുവിന്റെ ഉയർപ്പിനെ പറ്റി അറിയുക. അതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ നമ്മൾ ക്രിസ്ത്യേശുവിനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് മരിച്ച സമയത്ത് ഉഴവ് ചാൽ പോലെ കീറി നമ്മൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ ശരീരം തന്നെ നമ്മൾ നോക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ആ ഉയർത്തെഴുന്നേറ്റ ശരീരം വേറൊരു ശരീരമായിട്ടാണ് അത് മാറുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താ പറയുന്നത്? ആ അനുഭവം എന്താണോ, ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ അനുഭവം എന്താണോ, അതന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസിനെ അത് അനുഭവിക്കാനുള്ള ഒരു ആഗ്രഹമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. വെറുതെ ഉയർത്തെഴുന്നേക്കാൻ കഴിയില്ല, ഒരു മരണം ഉണ്ടെങ്കിലേ ഉയർത്തെഴുന്നേക്കാൻ കഴിയുകയുള്ളൂ. 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിനെ ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്ര എന്ന് പറയേണ്ടത് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രത്തിലാകുന്നുള്ളത്. അത്യന്ത ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അഭിഷേകത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അഭിഷേകം എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് അഭിഷേകം കിട്ടിയിട്ട് അപ്പോസ്തലനായ പൗലോസിന് ഒരു ആഗ്രഹം കൂടിയുണ്ട്. അഭിഷേകം മാത്രം കിട്ടിയാൽ പോരാ, കർത്താവിന്റെ ഈ ഉയർത്തും കൂടെ അനുഭവിക്കണമെന്ന്. ആ വാക്യം നമുക്ക് അടുത്ത വാക്യങ്ങളിൽ വായിക്കാൻ പറ്റും. 10-ാം വാക്യം.
യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിന്റെ ജീവൻ ശരീരത്തിൽ വഹിക്കുന്ന മരണമാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് അഭിഷേകം കിട്ടി, പക്ഷെ അതിൽ തൃപ്തിപ്പെട്ടില്ല. അഭിഷേകം കിട്ടിയപ്പോൾ നിർത്തിയില്ല അതിൽ തന്നെ. ആ അഭിഷേകം നിൽക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ഈ ഉയർപ്പോടെ ശരീരത്തിൽ അനുഭവിക്കാനുള്ള ഒരു ആഗ്രഹമാണ് അവിടെ പറയുന്നത്. എട്ടാം വാക്യം, 9-ാം വാക്യം, 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നു. യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഇവിടെ ഈ വീണെടുക്കുന്നവർ എന്ന് പറയുമ്പോൾ എഴുന്നേക്കത്തില്ലെന്ന് മറ്റുള്ളവരെല്ലാവരും പറയും, ചുറ്റുമുള്ളവരെല്ലാവരും. പക്ഷേ ഈ അത്യന്ത ശക്തി നമ്മളെ എഴുന്നേൽപ്പിക്കും. നമ്മൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ 100 കാര്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കാൻ. ആ സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ ഒറ്റൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആമേൻ. ഈ അഭിഷേകത്തിൽ എന്ന് പറയുമ്പോൾ കുറെ പേര് തൃപ്തിപ്പെടുന്നത് ഈ അഭിഷേകത്തിലാണ്. പക്ഷെ ഒരു തലമുറ വരുന്നുണ്ട്, നമ്മുടെ സഭയിൽ അത് വരുന്നുണ്ട്, ഈ അഭിഷേകത്തിൽ തൃപ്തിപ്പെടാതെ കർത്താവിന്റെ ഈ ജീവനിൽ കാത്തിരിക്കുന്നവർ. ഈ ഗ്ലോറി എന്ന് പറയും പഴയ നിയമത്തിൽ അവിടെയൊക്കെ പറയുന്നത്, അവിടെയൊക്കെ തൊടുന്ന ആൾക്കാരെല്ലാം അവിടെ മരിച്ചു വീഴുകയാണ്. അവിടെ ഒരു മരണമാണ് കാണുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മഹത്വം നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 2 കൊരിന്ത്യർ 4:12 വായിക്കാം. ഞങ്ങളുടെ ഭക്തി ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. കാണുന്നത് മരണം വ്യാപരിക്കുമ്പോൾ അവിടെ നിങ്ങളിൽ ജീവൻ വ്യാപരിക്കുന്നതാണ്. നമ്മൾ എത്രത്തോളം മരിക്കുന്നു അത്രത്തോളം നമ്മൾ നിന്ന് ജീവൻ വ്യാപരിക്കുന്നത് അവിടെ കാണുന്നത്. യോഹന്നാൻ 12:24 പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഇവിടെയും കാണിക്കുന്നത് ഒരു മരണം, നമ്മൾ എത്രത്തോളം മരിക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവനിൽ കർത്താവിന്റെ ജീവൻ നമ്മളിലൂടെ വ്യാപരിക്കുന്നതെന്നാണ്. ഈ അഭിഷേകത്തെ പറ്റി പഠിക്കുമ്പോൾ ഓരോരോ എലമുണ്ട് അഭിഷേകത്തിന്. ഒന്നാമത് കോമൺ അനുബന്ധിക്കാണ്, സാധാരണ ഒരു അഭിഷേകമുണ്ട്, പിന്നെ ശക്തിയുടെ ഒരു അഭിഷേകമുണ്ട്, പിന്നെ ജീവന്റെ അഭിഷേകമുണ്ട്. ഈ 4ാമത്തെ റലമാണ് ഗ്ലോറി. ഈ റലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ എത്തണം മുന്നേ നമ്മുടെ മഹത്വം നമുക്ക് മുന്നേ അവിടെ ഇറങ്ങും. ഇതാണ് ഈ റലത്തിന്റെ പ്രത്യേകത. ഇസ്രായേൽ ജനത്തിന് അവിടെ നടക്കുമ്പോഴർക്ക് മുന്നേ നടന്നത്, മേഘമാർക്ക് മുന്നേ പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മഹത്വത്തിന്റെ തലത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് മുന്നേ പോകുന്നത് നമ്മുടെ മഹത്വമായിരിക്കും. നമ്മൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ നമ്മൾ അത്ഭുതകരമായി മാറും. മഹത്വത്തിന്റെ എബ്രായ പദം എന്ന് പറഞ്ഞാൽ കാബോദ് എന്നാണ് ഹീബ്രുവിൽ പറയുന്നത്. ഈ കാബോദിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ മഹത്വത്തിന്റെ ഘനം എന്നാണ് പറയുന്നത്. ഒരു വെയിറ്റ് ആണ്, ദ വെയിറ്റ് ഓഫ് ദ ഗ്ലോറി. പഴയ നിയമത്തിൽ നമ്മൾ പെട്ടകത്തെ പറ്റി നമ്മൾ നോക്കുമ്പോൾ പെട്ടകം മരത്തടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അധികം കനം ഉണ്ടാവില്ല. പക്ഷെ പെട്ടകം ചുമക്കാൻ വേണ്ടി പുരോഹിതന്മാരെ സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്തവര് ഈ ചുമക്കാൻ മാത്രം. കാരണം അവർക്കറിയാം ചില സമയം വരുമ്പോൾ ഈ പെട്ടകത്തിന്റെ വെയിറ്റ് കൂടുന്നു. കാരണം ഈ മഹത്വം ഇറങ്ങുമ്പോഴാണ് വെയിറ്റ് കൂടുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് ചെങ്കടൽ രണ്ടാവുന്നത്. യോർദാൻ അവിടെ നിന്ന് പോകും. പെട്ടകം എടുക്കുന്ന പുരോഹിതന്റെ കാലല്ല വിഷയം, അതിലിരിക്കുന്ന അതിന്റെ ഒരു വെയിറ്റ് ഉണ്ട്, അതാണ് വിഷയം, മഹത്വമാണത്. നമ്മൾ ഇസ്രായേലിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സമയം ഇസ്രായേലിൽ കാബോദ് നഷ്ടമായി പോയി. അപ്പൊ അവിടെ ഒരു കുഞ്ഞിനൊരു പേരിട്ടു, ഇക്കബോത്ത് എന്ന പേര്. അവിടെ നമ്മൾ നോക്കുമ്പോ മഹത്വം പോയി എന്ന അർത്ഥം. ഇപ്പോൾ ഇക്കബോത്ത് എന്ന് വിളിക്കുമ്പോൾ ആർക്ക് ചിലപ്പോൾ പിടികിട്ടില്ല. പക്ഷെ വെളിപ്പാടുള്ളവനത് പിടികിട്ടും, മഹത്വം പോയെന്ന്. അവിടെ നമ്മൾ നോക്കുമ്പോ ഏലിയുടെ മക്കളും ഏലിയൊന്നും മൈൻഡ് ആക്കിയില്ല, മഹത്വം പോയത്. ശൗലിനെ നോക്കുമ്പോ ശൗലിന് മനസ്സിലായില്ല. പക്ഷെ ദാവീദ് വന്നോടാ. ദാവീദ് വന്നപ്പോ തന്നെ ആദ്യം ചോദിച്ചത് കാബോദ് എവിടെയെന്നാ ചോദിച്ചത്, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന കൂടാരം എവിടെയെന്നാ ചോദിച്ചത്. ഇതുപോലെ നമുക്കും ഒരു തലമുറ എഴുന്നേക്കട്ടെ, നമ്മുടെ മഹത്വം എവിടെയെന്ന് ചോദിക്കുന്നത്. ദാവീദിന് ആ മഹത്വത്തെ പറ്റി അധികം അറിയില്ലായിരുന്നു. ഫെലിസ്തീനിൽ നിന്ന് ആ പെട്ടകം തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന ഫെലിസ്തീനിൽ നിന്ന് കാളവണ്ടിയിലാണ് ആദ്യം ഈ പെട്ടകത്തെ തിരിച്ചു കൊണ്ടുവരുന്നത്.
അത്ര നേരം ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇസ്രായേലിൽ കയറി യെരൂശലേമിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ദൈവത്തിന്റെ മഹത്വം ആ പെട്ടകത്തിൽ ഇറങ്ങിയാണ്. ആ കാളക്ക് വരെ താങ്ങാൻ പറ്റാണ്ട് കാളവിടെ പേടിച്ച് ഓടിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മഹത്വം ഇറങ്ങിയപ്പോ. ഇത് കഴിഞ്ഞ് വേറൊരുവൻ തൊട്ടു, അവന്റെ പേരാണ് ഉസ്സ. അവൻ ആ ക്ഷണം തന്നെ മരിച്ചു വീണെന്ന് പറഞ്ഞത് മഹത്വത്തെ തൊട്ടപ്പോൾ. അത് കഴിഞ്ഞ് ഏദോമിന്റെ വീട്ടിൽ കയറി അവിടെ വെച്ചു. ദാവീദ് അവിടെ വെച്ചപ്പോൾ തന്നെ ദാവീദ് ആദ്യം അന്വേഷിച്ചത് അവരാരെങ്കിലും മരിച്ചു എന്നാണ് അന്വേഷിച്ചത്. കാരണം അത്രയ്ക്കും പേടിയാണ് അവിടെ മഹത്വത്തെ തൊടാൻ. അപ്പൊ നമ്മളവിടെ നോക്കുമ്പോ ആരും ആ ഭവനത്തിൽ മരണപ്പെട്ടില്ല. അവിടെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം അവര് ആ പെട്ടകത്തെ അവര് റെസ്പെക്ട് ചെയ്തു. അവരവിടെ ലേവി പുരോഹിതന്മാർക്കാണ് ഈ പെട്ടകത്തെ ശുശ്രൂഷ ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മള് ബൈബിളിൽ നമ്മൾ നോക്കുമ്പോ ലേവി ഗോത്രത്തിലല്ലാത്ത ഒരു വ്യക്തി വന്നിട്ട് പെട്ടകത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്. അത് ദാവീദാണ്. അത് ബാക്കിയുള്ളവരെല്ലാം തൊടുമ്പോൾ മരിച്ചു വീണു. പക്ഷെ ദാവീദിനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം മൊത്തം പെട്ടകത്തിന്റെ അടുത്ത് വന്നിരിക്കണേ, അവിടെ മരിച്ചു വീണില്ല. കാരണം ദൈവമായി അടുപ്പമുള്ളവനാണ് ദാവീദ്. എന്നിട്ട് ദാവീദ് ചോദിച്ചൊരു ചോദ്യം അവിടെ എഴുതിയിട്ടുണ്ട്, എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാനും കുടുംബം എന്തുള്ളൂ. അപ്പോസ്തലപ്രവൃത്തികൾ 15:16. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തിക്കും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഇവിടെ പറയുന്നത് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ പണിയുമെന്നാണ്. ഈ വീണുപോയ കൂടാരത്തെ പണിത് കഴിയുമ്പോൾ അതിനുള്ളിൽ കയറാൻ പോകുന്നത് ലേവി ഗ്രഹമല്ല, കർത്താവുമായി ബന്ധമുള്ളവരാണ് ഇവിടെ കയറ്റുന്നത്. ഇവിടെ കുഞ്ഞാടിന്റെ രക്തത്താലാണ് ഇവിടെ പ്രവേശനം ലഭിക്കുന്നത്. ഇവിടെ പ്രവേശനം ലഭിക്കുന്നവരാരും കയറിയാൽ മരിക്കുന്നില്ല. എബ്രായർ 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. മോശയുടെ കൂടാരം നമ്മൾ നോക്കുമ്പോൾ വർഷത്തിൽ ഒരു ദിവസം പ്രവേശനമുള്ളൂ. ഒരു വട്ടം മാത്രം പ്രവേശിക്കാൻ പാടുള്ളൂ വർഷത്തില്. പക്ഷെ ദാവീദിന്റെ ഈ വീണുപോയ കൂടാരം വീണ്ടും പണിയുമ്പോൾ അവിടെ കാണുന്നത് തത്സമയത്ത് നമുക്ക് എപ്പോ വേണമെങ്കിലും കൃപ പ്രാപിക്കാൻ നാം ധൈര്യത്തോടെ കയറി ചെല്ലാന്ന് പറയുന്നത്.